സാർ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടും നമുക്ക് നിയമനം കിട്ടിയില്ല. നേരത്തെ CPM-ന്റെ പ്രതിനിധി അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാണ് ഡിവൈഎഫ്ഐയുടെ ഓഫീസിൽ പോകുന്നത്, എന്തിനാണ് AKG സെന്ററിൽ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള മറുപടി പറയാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്യുന്നത്. നമുക്ക് RTI രേഖകൾ പ്രകാരം നമുക്ക് വേക്കൻസികൾ ഉണ്ടെന്ന് നമുക്ക് ധാരാളമായിട്ട് RTI വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിവരങ്ങളെല്ലാം നമ്മൾ CM-ന്റെ ഓഫീസിൽ കൊണ്ട് ഹാജരാക്കുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ വിവരാവകാശ രേഖകളൊക്കെ നമ്മൾ ഇവിടുന്ന് തരുന്നതല്ലേ, അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട, നമുക്കുള്ള വേക്കൻസി മാത്രമേ തരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ വിവരാവകാശ രേഖകളെ വരെ പുച്ഛിക്കുന്ന മനോഭാവമാണ്. അതായത് നമ്മുടെ CM-ന്റെ ഓഫീസിൽ പോകുമ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയുടെ അടുത്താണ് നമ്മൾ ഇത് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വിവരാവകാശ രേഖകളൊന്നും കാണണ്ട, ഞാൻ ഇതിലും വലിയ ഉദ്യോഗസ്ഥരുമായിട്ട് ഞാൻ സംസാരിക്കത്തുള്ളൂ, നിങ്ങൾക്ക് തരാനുള്ള വേക്കൻസികളെല്ലാം നികത്തപ്പെടും എന്നാണ് പറയുന്നത്. ഇപ്പോഴും നമുക്ക് 500-ലധികം ഓരോ ബറ്റാലിയനിലും 500-ലധികം വേക്കൻസികൾ നികത്തപ്പെടാനുണ്ട് എന്നുള്ള വ്യക്തമായ പ്രൂഫ് കാണിക്കുമ്പോൾ പോലും ഉദ്യോഗസ്ഥരും ഈ രാഷ്ട്രീയക്കാരനും ഭരണശിലാ കേന്ദ്രങ്ങളിൽ നിന്നും അവർ നമ്മളെ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. അവർ വിപരീതമായിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അന്നേരമാണ് നമ്മൾ യുവജന സംഘടനകളെ സമീപിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഇടപെടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. നമ്മൾ മുഖ്യമന്ത്രിയെ കാണണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അവർക്ക് അതിനൊന്നും പറ്റുന്നില്ല. അതായത് ഡിവൈഎഫ്ഐയിലുള്ള പ്രവർത്തകർക്ക് പോലും മുഖ്യമന്ത്രിയെ കാണാൻ പറ്റില്ല, പിന്നല്ലേ പാവപ്പെട്ട PSC ഉദ്യോഗാർത്ഥികൾക്ക്. അതാണ് ഇവിടുത്തെ സമീപനം. നമ്മൾ നിർബന്ധിതരായതാണ്, ഇവരെല്ലാം പോയി കാണാൻ വേണ്ടി നിർബന്ധിതരായതാണ്. അല്ലാതെ നമുക്ക് എന്തിനാണ് PSC ഉദ്യോഗാർത്ഥികൾ രാവിലെ എണീറ്റ് എന്തിനാണ് എല്ലാവരും ഓഫീസിൽ പോകുന്ന, അല്ലെ ഡിവൈഎഫ്ഐ ഓഫീസിലും AKG സെന്ററിലൊക്കെ പോകാനുള്ള സാഹചര്യം നമ്മളെ അങ്ങനെ നിങ്ങളായിട്ട് തന്നെയാണ് കൊണ്ടെത്തിച്ചത്. അല്ലാതെ നോർമലായിട്ടുള്ള രീതിയിൽ വേക്കൻസികൾ പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ പോകേണ്ടുന്ന സാഹചര്യമില്ലായിരുന്നു.